ഒടുവിൽ കാടിനോട് യാത്ര പറഞ്ഞ് നിലമ്പൂർ പൂച്ചപ്പാറയിലെ മണിയുടെ കുടുംബം മലയിറങ്ങി. 3 ആഴ്ച മുൻപായിരുന്നു പൂച്ചപ്പാറ ആദിവാസി നഗറിലെ മണി ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. മണിയുടെ ഭാര്യയ്ക്ക് ജോലിയും മക്കൾക്ക് ചികിത്സയും പഠനവുമൊക്കെ സർക്കാർ ഉറപ്പാക്കിയതോടെയാണ് ഇവർ കാടിറങ്ങിയത്. ഈ കാടിന്റെ ആത്മാവറിഞ്ഞവനായിരുന്നു മണി. വനവും വന്യജീവികളുമെല്ലാം ഉള്ളുകൊണ്ടറിഞ്ഞവൻ. തന്റെ കുഞ്ഞിനു വേണ്ടി സ്വയം ആനയ്ക്ക് മുമ്പിൽ നിന്ന് ജീവൻ ത്യജിക്കുകയായിരുന്നു മണിയെന്നാണ് ഒപ്പമുണ്ടായിരുന്നവർ ഓർത്തെടുത്തിരുന്നത്. മണി ഓർമ്മയായതോടെ പ്രിയപ്പെട്ടവരും കാടിറങ്ങുകയാണ്. മണ്ണിനെയും മരങ്ങളെയും അരുവിയെയും തൊട്ട് മലദൈവങ്ങളോട് പ്രാർത്ഥിച്ച് അവർ കാടിറങ്ങി. മണിയുടെ ഭാര്യ മാതി, മക്കളായ മീനാക്ഷി, മീര, മനു, മീന, മാതിരി എന്നിവരാണ് നാട്ടിലേക്ക് മണിയുടെ സഹോദരൻ അയ്യപ്പന്റെയും ഭാര്യയുടെയും ബന്ധുക്കളുടെയും കൂടെ കാട് വിട്ടിറങ്ങിയത്. നടക്കാനാവാത്ത മീനാക്ഷിയെ അയ്യപ്പൻ 2 കിലോമീറ്ററോളം ദൂരം കുട്ടയിൽ ചുമന്നാണ് വാഹനമെത്തുന്ന കണ്ണിക്കയിലെത്തിച്ചത്. ഒരാൾക്ക് മാത്രം നടന്നു വരാൻ കഴിയുന്ന ഇടവഴിയിൽ മീനാക്ഷിയുമായി വരുന്ന അയ്യപ്പനായി ഒപ്പമുള്ളവർ കാടുവെട്ടി വഴിയൊരുക്കി. കഴിഞ്ഞ ദിവസം രാത്രിയാണ് ചെറുപുഴയിലെ നെടുങ്കയം വന സ്റ്റേഷന് സമീപം ഇവരെത്തിയത്. ഇവിടെ തന്നെയുള്ള വനം ക്വാർട്ടേഴ്സിൽ ഇവർക്ക് താൽക്കാലികമായി താമസിക്കാൻ വനം വകുപ്പ് സൗകര്യമൊരുക്കിയിട്ടുണ്ട്. കാടിറങ്ങിയവർക്ക് പങ്കുവയ്ക്കാൻ ഒട്ടേറെയുണ്ട് അനുഭവങ്ങൾ. എനിക്ക് തോന്നുന്നത് അങ്ങനെ തന്നെ പോകണമെന്ന് എന്റെ തോന്നുന്നത്. എനിക്ക് പ്രത്യേകിച്ച് പുറത്ത് നിൽക്കാൻ താല്പര്യമില്ല. മീനാക്ഷി സാധാരണ കുട്ടികളെ പോലെ ആകണമെങ്കിൽ ഒട്ടേറെ ചികിത്സകൾ ചെയ്യേണ്ടതുണ്ട്. അതിനുള്ള സൗകര്യം വനം വകുപ്പ് ചെയ്തിരിക്കുന്നു. മാതിക്ക് താൽക്കാലിക വാച്ചറുടെ ജോലിയും വനം വകുപ്പ് നൽകിയിട്ടുണ്ട്. എനിക്ക് ഇവിടെ നിൽക്കാൻ പേടി. എനിക്ക് വീടും സ്ഥലമൊക്കെ വേണം. ഞാൻ എവിടെ കണ്ടാലും എനിക്ക് പേടി. കാട്ടിലായി മണിക്ക് പകരമാവില്ലെങ്കിൽ പോലും ഇവർക്ക് വേണ്ട സഹായത്തിനായി വനം വകുപ്പും ITDPയും മഹിളാ സമഖ്യ സൊസൈറ്റിയും ഒപ്പമുണ്ട്. എല്ലാത്തിനും നന്ദി പറയുമ്പോഴും ഈ കുടുംബത്തിന് ഒന്നു മാത്രമേ പങ്കുവെക്കാനുള്ളൂ. ഇനി ഒരാളും വന്യജീവി ആക്രമണത്തിൽ ഇല്ലാതാകരുത്. ന്യൂസ് 18 മലപ്പുറം.